നമസ്കാരം. അസ്സലാമു അലൈക്കും. ഇന്ന് 21 ഏപ്രിൽ 2026. അപ്പോൾ ഇന്ന് ലോകത്തോട് പറയാൻ എല്ലാ മലയാളികൾക്കും ഒരു സോറി, അതുപോലെ എല്ലാ ഉപഭോക്താക്കളും ഒരു സോറി. അപ്പോൾ ഇന്ന് ലോകത്തോട് പറയുന്നത് 4 ലിറ്റർ 4 മണിക്കൂർ അരച്ച മരുന്ന് വെച്ചാൽ നിങ്ങളുടെ നിലവിലുള്ള ഏത് രോഗിക്കും 100 വർഷം നേരെ നടക്കാൻ. ചില ആളുകൾക്ക് 30 ലിറ്റർ കഷായം വേണ്ടി വരും, അല്ലാതെ നടക്കില്ല. അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു തമാശക്കളിയാണ് എന്ന് നിങ്ങൾ കരുതരുത്. പല ആളുകളും ഫോണിൽ കൂടെ വന്ന് അസഭ്യം പറയുന്നുണ്ട്, മോശം പറയുന്നുണ്ട്. അപ്പോൾ സൈബർ സെല്ലുകൾ വളരെ ജാഗ്രതയായി പ്രവർത്തിക്കണം. കാരണം കോടിക്കണക്കിന് ആളുകളെ കൊല ചെയ്യാനും കൊല്ലാനും വേണ്ടിയിട്ടാണ് കുറച്ച് തീവ്രവാദികൾ ഇറങ്ങി എൻ്റെ കമൻറ്റ് ബോക്സിൽ വളരെ മോശമായിട്ട് ചെയ്യുന്നത്. അവരെ ഭാഗം പരിശോധിക്കണം. കഴിഞ്ഞ 40 കൊല്ലത്തെ കാര്യമാണ് പരിശോധിക്കേണ്ടത്. ഞാനിവിടെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് എല്ലാവരോടും പറയുകയാണ്. തൊഴിൽ എന്നത് പോലീസുകാർക്ക് മാത്രമല്ല, എനിക്ക് മാത്രമല്ല, ഈ നാട്ടിലെല്ലാവർക്കും ആവശ്യമാണ്. അതുപോലെ ജീവനും അതേപോലെ തന്നെ. കഴിഞ്ഞ തവണ ഞാൻ ഹൈക്കോടതിയുടെ ഒരു പരാമർശം എൻ്റെ മുന്നിൽ വന്ന DGPയുമായി പങ്കുവെക്കേണ്ടായി. DGPമാരുമായി പങ്കുവെക്കേണ്ടായി. അതിനവർ പറഞ്ഞ മറുപടി ഉണ്ട്. ഞങ്ങളുടെ കയ്യിൽ അവന്മാരെ കിട്ടിയാൽ ആദ്യത്തെ അടി അവരെ അണ്ടിക്കടിച്ചിട്ട് മുകളിലേക്ക് കയറ്റും എന്നായിരുന്നു. ഇതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? അതായത് അവർ മരിക്കും, അവരെ കൊല്ലാമെന്നുള്ളൊരു കണക്കിൽ ജഡ്ജിമാർ പറഞ്ഞ കാര്യം ഞാനൊന്ന് ശ്രദ്ധയിലെടുത്ത് വച്ചതിൻ്റെ മറുപടിയാണ് പറഞ്ഞത്. എന്നിട്ട് എൻ്റെ മുന്നിൽ 5 ദിവസം കഴിഞ്ഞ് ആ വന്ന രോഗമൊക്കെ മാറി ക്ലിയറായിട്ടാണ് അവരിവിടുന്ന് പോകുന്നത്. മനസ്സിലായില്ലേ? 5 ദിവസം 6 ദിവസമായിട്ടാണ് ഡയറി പരിശോധിക്കണം. അത്രേ എന്തായാലും ആയിട്ടുള്ളൂ. കാരണം ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. പക്ഷേ അപ്പോൾ ഇത് കേൾക്കുന്ന പോലീസുകാർ, സൈബർ സെല്ലിനെ എല്ലാവരും ഉണ്ടാകുമെന്ന് കണക്കാക്കണം. ഇതിൻ്റെ മുമ്പും വന്നത് ഇതുപോലെ ചീഫ് സെക്രട്ടറിമാരും മറ്റുള്ളവരൊക്കെയാണ്. നമ്മുടെ മുന്നിൽ വരുന്നവൻ ആരാണ് എന്നൊന്നും നോക്കാൻ നമുക്ക് കഴിയില്ല. ചെറുകിടക്കാരനാണോ വൻകിടക്കാരനാണോ അവർക്ക് ചുറ്റുപാടുണ്ടാകും. നമ്മൾ എന്താണോ ജോലി എടുത്തത് അത് ഭംഗിയാക്കുക, അതിൽ കൂടുതൽ നടക്കില്ല. അപ്പോൾ ഈ സൈബറിൽ ഇത്തരം തകരാറുകൾ ചെയ്യുന്ന ആളുകളെ തിരിച്ചറിയണം. വളരെ മണിക്കൂറുകൾ കൊണ്ട് അവരെവിടെയാണ് താമസം, ആരായിരുന്നു, ഇവരുടെ ഫാമിലി ആരൊക്കെ, ഇവരെന്താണ് ജോലി എന്നൊക്കെ നോക്കണം. ഇത് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കേരളത്തിൻ്റെ ജനം തരികയാണെങ്കിൽ 20 കോടി ആളുകൾക്ക് ജോലി. അത് മാത്രമല്ല, ഇപ്പം ഞാൻ 2-3 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ? എൻ്റെ ചങ്ങാതിമാരൊക്കെ ചെയ്യുന്ന ജോലിയാണ്. എന്തായാലും ഒരു വീടിന് 50 യൂണിറ്റ് 200 യൂണിറ്റ് കറണ്ട് ഉണ്ടാക്കുക. സോളാറല്ല, ഇത് വേറെ സംവിധാനം. എൻ്റെ സംവിധാനം അതുമല്ല, അതിലും കൂടിയതാണ്. കാരണം അങ്ങനെ ഓരോ സാധനങ്ങൾ, അതായത് നമുക്ക് ജീവിക്കണം, അതിന് തൊഴിൽ വേണം, അതിന് നമുക്ക് പല ഉൽപ്പന്നം വേണം, അത് നമുക്ക് ഉണ്ടാക്കിയേ പറ്റും. അപ്പോൾ അതിൽ ഒരു കാര്യം 2 കാര്യമൊന്നും പോരാ. സോളാർ വേണ്ടത്ര നിലപാടുള്ളതല്ല. എന്നാൽ മറ്റുള്ളത് അങ്ങനെയല്ല. ഓരോ വർഷം കഴിയുന്നിടത്തോളം മേഘനെറ്റിൻ്റെ ഈ ഊർജ്ജപരിധി കുറയും. കാരണം മനുഷ്യൻ നിർമ്മിക്കണതാണ് മേഘനെറ്റ്. അതേ സ്ഥാനത്ത് ദൈവം ഉണ്ടാക്കണതാണ് സൂര്യപ്രകാശവും നിലാവും. അതിന് സംശയമൊന്നുമില്ല. ബാക്കിയൊക്കെ മനുഷ്യനുണ്ടാക്കുന്നതാണ്. അപ്പം പറിച്ചുണ്ടാക്കിയ സാധനത്തിന് ഗ്യാരണ്ടിയും വാറണ്ടിയും ഇതൊന്നുമില്ല. അതങ്ങനെ കടന്ന് കളിക്കും. കിട്ടണവന് കിട്ടും, കിട്ടാത്തവന് കിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പോകേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഒരു മനുഷ്യനെ ഡയാലിസിസ് സ്ഥാപനങ്ങൾ എവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് അടപ്പിക്കേണ്ടത്
പോലീസിൻ്റെ മാത്രം ചുമതല. അതിന് ഗവൺമെൻറ്റിനെ ബന്ധപ്പെടുത്തണ്ട, അതിൻ്റെ ആവശ്യമില്ല. കാരണം അത് എന്തിനാണ് ഡയാലിസിസ് സെൻറ്റർ ഉപയോഗിക്കുന്നത്, എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള നികുതി പണം അടിച്ചു മാറ്റുന്ന ഒരു സ്ഥാപനമാണ് ഇത്. ഇങ്ങനെ 10,000-കണക്കിന് സ്ഥാപനമുണ്ട്. അത് എവിടെ ഉണ്ടെങ്കിലും അടച്ചു പൂട്ടലാണ് നിവൃത്തിയില്ല. ഇതിൻ്റെ പിന്നിൽ കുറേ കദ്ദാഫികളുണ്ട്. അവരുടെ കമൻറ്റാണ് എൻ്റെ ഫോണിലാണ് കാണുന്നത്. ഇക്ക് ഭ്രാന്താണെന്നോ? ഇക്ക് ഭ്രാന്തായിട്ടല്ലേ ഇവിടെ കോടിക്കണക്കിന് കിഡ്നി രോഗികളുള്ളത്. ഇതിന് പിന്നെ എത്ര പട്ടികൾക്ക് കിഡ്നി രോഗമുണ്ട് അത് നിങ്ങൾക്കറിയാമോ? മനുഷ്യനെന്താ അത് വരാൻ കാരണം? മനുഷ്യൻ്റെ ദുരാചരണം, അതായത് പണിയെടുക്കാനുള്ള മടിയും തന്നെ ചെക്ക് ചെയ്തിട്ട് ഒരു വലിയ സംഭവമില്ല എന്നാക്കി തീർക്കലുമാണ് ഈ സാധനത്തിൽ വരുന്നത്. ഒരു മനുഷ്യനെ ചെക്ക് ചെയ്താൽ അയാൾക്ക് രോഗമില്ലെന്ന് തെളിയിക്കാൻ പറ്റുമോ? വെറുതെ നടക്കില്ല. മനുഷ്യൻ തിന്നുന്ന സാധനം രുചി കൂടിയിട്ടുള്ള ഏത് ഭക്ഷണം കഴിച്ചാലും ഓന് കിഡ്നിയും വൃക്കയും കേടുവരും, ക്യാൻസറും വരും. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അതാണ് ചോദ്യം. അതുപോലെ മലബന്ധം തടസ്സത്തിന് പ്രധാന ഒരു കാരണം എന്ന് പറഞ്ഞാൽ മൂത്രം തടസ്സം വരിക, മലബന്ധം, ഈ രണ്ടെണ്ണത്തിലായി തകരാറ് വരുന്നത്. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? നിങ്ങൾ എന്നിട്ട് പിന്നെയും കൊണ്ടുപോയിട്ട് ചുക്ക് വെള്ളം, കരിഞ്ഞാലി വെള്ളം, ഐസിട്ട വെള്ളം, അതായത് ഒരു ദിവസം ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് അത് 10,000 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും വീണ്ടും ശവം കഴിച്ചുകൊണ്ടിരിക്കുക. അതായത് നിങ്ങളുടെ ബാക്കി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാക്കകളും പൂച്ചകളും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അവരെ പട്ടിണിയാക്കുക, എന്നിട്ട് നിങ്ങൾ രോഗിയാക്കുക, എന്നിട്ട് പിന്നെ നിങ്ങൾ 10,000 കോടി രൂപ ചികിത്സാ ചിലവ്, ഒരൊറ്റ ദിവസം ആസ്പത്രി ചിലവ് പഠിക്കുന്നത് 1000 കോടി രൂപ. എന്നിട്ട് അന്ന് കൊന്നു കളയും നിങ്ങൾ. എന്നിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് അവർ പിന്നെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു 100 കോടി രൂപയെങ്കിലും നിങ്ങളുടെ ഇരുന്ന് അടിച്ചു മാറ്റും. നിങ്ങളുടെ ഇരുന്ന് പറഞ്ഞാൽ മരിച്ചടക്കുന്ന നിങ്ങളുടെ ഇരുന്നല്ല, നിങ്ങളുടെ കൂട്ടക്കുടുംബമല്ലേ, അവരൊക്കെ തെരുവിലായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പോലീസിൻ്റെ ഒത്താശയോട് കൂടിയിട്ടാണ് സാർ. അതായത് പോലീസിന് വേണ്ടി വന്നാൽ നടപടിയെടുക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നേരെയും കഴിയും. കാരണം ഇത് പൊതുജനങ്ങളുടെ ഇടയിലുള്ള ചൂഷണമാണ്. അതിന് ഹോം വകുപ്പിൻ്റെ ബന്ധത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ശരിക്കും കയറിയിട്ട് ഇത് കുറ്റം ചെയ്തവന്, അതായത് 52% തെറ്റ് വഴി ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തണം. അതായത് ഒരു സ്ഥലത്ത് വരുന്ന കിഡ്നി രോഗികൾ എത്ര പേരുണ്ട് അവരെ കണക്കെടുക്കണം. അതുപോലെ പാമ്പ് കടിച്ചിട്ട് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആരാണോ വിധി എഴുതിയത് ആ സ്ഥാപനം പൊളിച്ച് കളയണം. കാരണം പാമ്പ് കടിച്ച ആളും മരിക്കില്ല. പാമ്പ് കടിച്ച ആളും മരിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ നിങ്ങളോ അല്ലെങ്കിൽ ഞാനോ പ്രവർത്തിക്കണം, അല്ലാണ്ട് കഴിയില്ല. എങ്ങനെ? തൂങ്ങി മരിച്ചാൽ മരിക്കും. വെള്ളത്തിൽ മുക്കിയിട്ട് ശ്വാസം മുട്ടിയാൽ മരിക്കും. മനസ്സിലായില്ലേ? പാമ്പ് കടിച്ചാൽ മരിക്കില്ല. പാമ്പ് കടിച്ചാൽ നമ്മൾ ബോധം കെട്ടിട്ട് പോവുക ചെയ്യുക. ബോധം കെട്ടിട്ട് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഉറക്കത്തിൽപ്പെട്ട ഇതില്ലേ, നമ്മൾ പറയുന്ന അടുത്തുള്ള ആളുകൾ പറയുന്നതൊക്കെ ഇയാൾ കേൾക്കുന്നുണ്ട്. അങ്ങനത്തെ അയാളെ കൊണ്ടുപോയിട്ടാണ് ഇത്തരം പണികളൊക്കെ ചെയ്യുന്നത്. പാമ്പുകൾ നമ്മളെ ആക്രമിക്കുന്നത്, മനുഷ്യനെ ആക്രമിക്കുന്നത് കൊല്ലാൻ വേണ്ടിയിട്ടല്ല, അവരെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ്. അത് കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതിയിട്ടാണ്. ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതര ജീവികളോടടക്കം ഡോക്ടർമാരുടെ സമൂഹം വളരെ മോശമാണ് പെരുമാറുന്നത്. കാരണം നിങ്ങളുടെ വീട്ടിൽ 8-10 കുട്ടികളോ 4-5 കുട്ടികളുള്ള അമ്മനെ എന്തെങ്കിലും പനി പിടിച്ച് കൊണ്ടുപോയാൽ ഒരു 100 കോടി ഉറുപ്പ്യ വാങ്ങുക, ഒരു സൂചി വെക്കുക, കൊന്നു കളയുക. പിന്നെ അവർ നോക്കിക്കോളും. ആരാ നോക്കുക? അപ്പോൾ ഇത്തരത്തിലുള്ള സമീപനമാണ് ഡയാലിസിസ് സെൻ്ററുകൾ, മുഴുവൻ ആശുപത്രികളും ഇത്തരത്തിലുള്ളതാണ്. അതായത് വിംസ് ആശുപത്രിയിലൊക്കെ ഒരു ദിവസം നടക്കുന്ന മരണങ്ങളുടെ ലിസ്റ്റ് എടുത്ത് ശരിക്കും റിപ്പോർട്ട് ചെയ്യണം. അതിന് പരിഹാരം കണ്ടത് പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗമാണ്. മാത്രമല്ല അവരത് കർശനമായിട്ട് നടപടിയിലേക്ക് പോവുകയും വേണം, അല്ലാണ്ട് കാര്യങ്ങൾ നടക്കില്ല. കാരണം ഇപ്പോൾ ഈ പോകുന്നതിൽ 100% ആളുകൾക്കും മരിക്കാൻ ഇടവന്നതല്ല, മരുന്ന് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ്. അതായത് പാരസെറ്റമോളിൻ്റെ ഇഞ്ചക്ഷൻ, ഗ്ലൂക്കോസ്, ഈ സാധനങ്ങളാണ്. അതുകൊണ്ട് ആസ്പത്രിയിൽ പോകണവർ സൂക്ഷിച്ച് പോവുക. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് നിങ്ങൾ പോകാതിരിക്കണ ഏറ്റവും നല്ലത്. കോട്ടക്കല ആയുർവേദശാല ഉൾപ്പെടെ തട്ടിപ്പാണ്, അത് മനസ്സിലാക്കണം. ചൊറിയാസിസിന് ചികിത്സ ചെയ്യുന്നത്, സ്കിന്നിന് ചികിത്സ ചെയ്യുന്നത്, ചൊറിക്ക് ചികിത്സ ചെയ്യുന്നത്, എന്നിട്ട് അത് മാറണില്ലെങ്കിൽ
അത്തരം സ്ഥാപനങ്ങൾ പൂട്ടണം. പിന്നെ അതുപോലെ കിഡ്നിക്ക് തകരാറ് വന്നിട്ട് അതിന് ചികിത്സ ചെയ്തിട്ട് നടന്നില്ല വെച്ചാൽ അത് പൂട്ടണം. ഏത് സ്ഥാപനമായാലും പൂട്ടണം, പൂട്ടിയേ പറ്റൂ. മനസ്സിലായില്ലേ? അത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യത. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ബാധ്യതയല്ല, പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ബാധ്യത. അത് എവിടെ കയറിയിട്ട് ഇടപെടുക എന്നത് അവരുടെ ഭാഗമാണ്. ആരാണ് എന്നുള്ളതൊന്നുമല്ല, അത് ക്ലിയറായിട്ട് തെളിവ് ശേഖരിക്കണം, അവരുടെ ഫയൽ പരിശോധിക്കണം, പിന്നെ അവിടെ വരുന്ന രോഗികളുടെ CCTV നോക്കണം, അവർ എത്ര തവണ തുടർച്ചയായിട്ട് വന്നിട്ടുണ്ട്, എത്ര മാസത്തിൽ വന്നിട്ടുണ്ട്, ഇതൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടത് ഇത്തരം ആളുകളുടെ ലിസ്റ്റാണ്. ഇന്ന് അതിനൊക്കെ സംവിധാനങ്ങളുണ്ട്, ഇന്ന് ആ സാധനത്തിനൊക്കെ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഓട്ടിസം ബാധിച്ച കുട്ടികൾ, ഷോക്ക് വന്ന് തളർന്നവർ, 2 കിഡ്നി 100%, 200% കേടായവർ, ഇവരൊക്കെ 4 മണിക്കൂർ 4 ലിറ്റർ അരച്ച മരുന്നിൽ ഏത് ക്യാൻസറാണെങ്കിലും മാറ്റിക്കൊണ്ടുവരാം. ചില ആളുകൾക്ക് 30 ലിറ്റർ കഷായം വേണം. അതിന് പ്രധാനമായിട്ട് കാരണം വരുന്ന ചികിത്സ വൈകിപ്പിച്ചിട്ട് ഇല്ലാത്ത മരുന്ന് വെച്ച് തകരാറതിൻ്റെ പേരിലാണ് ഇത്ര വരുന്നത്. ചിലവല്ല കഷായത്തിന് 3 കോടി രൂപയൊക്കെ ചിലവ് വരും. മനസ്സിലായില്ലേ? അത് നമ്മളത് ഓരോ സാധനങ്ങൾ കണ്ടെത്തുന്നത് പിന്നെ മുൻകാലത്തെ പഠനവും അറിവും വെച്ചിട്ടാണ്, അല്ലാതെ ആകാശത്ത് നിന്ന് മുകളിലേക്ക് താഴേക്ക് വന്നതല്ല. ഇത് നമ്മൾ മനുഷ്യന് മാത്രമല്ല കാലികൾക്കും കൊടുത്തിട്ട് ഇതേ സംവിധാനം കാലികൾക്ക്, 4 കാലികൾക്ക്, ആടിന്, നിങ്ങൾ കേട്ടിട്ടുണ്ട് ആടിൻ്റെ അണ്ടി പുഴു അരിക്കുന്ന സന്ദർഭമുണ്ട്. കുളമ്പിൻ്റെ ഉള്ളിൽ കൂടെ പുഴു ഇറങ്ങുന്ന സമീപനമുണ്ട്, നീര് കെട്ടുന്ന സമീപനമുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇത് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ പോയിട്ടില്ല, പോകുമ്പോൾ കാര്യങ്ങളറിയും. ഇപ്പം നമ്മുടെ ആനകളുടെ കാല് കണ്ടില്ലേ, ആനകൾ മുറിണ്ടായിട്ട്, അപ്പോൾ അവർക്കൊക്കെ ഈ സാധനം വെച്ചാൽ ശരിയായി കിട്ടും. മനസ്സിലായില്ലേ? മനുഷ്യനേക്കാണ് കൂടുതൽ മനുഷ്യൻ്റെ മരുന്ന് കാലികൾക്ക് ഉപയോഗിക്കും. എന്നാൽ കോഴികൾക്ക് ഞാനിത് പരീക്ഷണം നടത്തിയിട്ട് പരാജയപ്പെട്ടിരിക്കുക. കോഴികൾ മനുഷ്യൻ്റെ ആ സിസ്റ്റം തന്നെയാണ് കോഴിക്കും, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് തരാറാണ്. മനുഷ്യനില്ലാത്തൊരു ഭാഗമുണ്ട് കോഴിക്ക്, പറക്കാൻ കഴിയുക എന്നത്. അതുകൊണ്ട് തന്നെ ഈ മരുന്ന് അവർക്ക് പിടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അറിയാവുന്ന സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഞാൻ ടെക്നോളജി മുഹമ്മദ് പതിയിൽ പട്ടാമ്പി കൊപ്പത്തുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഇവർ കട്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ സൈബർ പരിശോധന വരണം. മാത്രമല്ല കുറ്റക്കാർക്കെതിരെ തന്നെ നല്ല നടപടി ഉണ്ടാവുകയും ചെയ്യണം. കാരണം 20 കോടി ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റാവുന്ന ഒരു ഭാഗത്താണ് ഞാനുള്ളത്. ഞാൻ പുറത്തിറങ്ങിയിട്ട് അങ്ങനെ പ്രവർത്തിക്കില്ല. കാരണം എനിക്ക് മടുത്തക്കണം ഈ നാട്. അല്ലേ? പിന്നെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാമെന്നുള്ളതാണ്. മുസ്ലിം സമുദായം ഫുള്ളായിട്ടെന്ന് ഞാൻ പറയുന്നില്ല, അതിൽ ചിലർ നല്ലവരൊക്കെ ഉണ്ട്. അവരടക്കം നുണ പറഞ്ഞിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ഇവർ നുണ പറയാൻ കാരണം മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് പറയുന്നതാണ്. സത്യം അവർക്ക് അറിഞ്ഞിട്ടല്ല. സത്യം അറിഞ്ഞാൽ ഒരിക്കലും ഇവരോട്ട് പറയില്ല. അപ്പോൾ അങ്ങനെ ഇവരെ കൊണ്ടുപോയിട്ടാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു പള്ളിയിലും മദ്രസയിലും പോകാൻ പറ്റില്ല. അങ്ങനെയാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇത് പറയാതിരുന്നിട്ടൊന്നും കാര്യമില്ല. അത്രയേറെ തട്ടിപ്പ് നടത്താണ്. എല്ലാവരും കള്ളന്മാരാണ് എന്നൊന്നും അല്ല ഈ പറഞ്ഞത്. അങ്ങനെയൊന്നും അല്ല ഈ കാര്യങ്ങൾ. മറ്റുള്ളവർ അവർ പോയത് കേൾക്കുക, പിന്നെ അവരത് വിശ്വസിക്കുക. പിന്നെ അല്ലാതെ തെളിയുന്നത് ഇപ്പോൾ കണ്ടോ, 10-40 കൊല്ലത്തെ വർക്കിങ് ഇപ്പോഴാണ് ആ സാധനം തെളിയുന്നത്. അത് തെളിയിക്കാൻ വരെ അവർക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടാവും എന്ന് വെച്ചാൽ നല്ല സ്ഥാപനങ്ങൾക്ക് വരെ ചീത്തപ്പേര് വരും, പൊളിക്കേണ്ടിയും വരും. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലെ മുസ്ലിം പണ്ഡിതന്മാരെ നിങ്ങൾ വിശ്വസിക്കരുത്, മുസ്ലിം തങ്ങന്മാരെ വിശ്വസിക്കരുത്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളൊന്ന് കണക്കാക്കണം. IAS IPS BEd BSc ഒക്കെ ഉള്ള ആളുകളുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ജനിക്കുന്ന ഒരു കുട്ടികൾക്ക് ജോലിയില്ല. എന്താ ഇവരൊന്നും ഉണ്ടാക്കാഞ്ഞതിന് കാരണം എന്താ? അത് തന്നെയാണ് അതിന് കാരണം. അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പോൾ അവർ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് വരെ കുട്ടികളില്ല. എന്താ കാരണം? കുട്ടികളുണ്ടാക്കണം. അതിന് നോക്കേണ്ടി വരും, അതിന് ബാധ്യത വരും, അതിന് ചെലവ് ചെയ്യേണ്ടി വരും. അതിനവർ തയ്യാറില്ല. അപ്പോൾ ഏറ്റവും വലിയ മടിയന്മാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. അസ്സലാമു അലൈക്കും.